ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിന്നൊരു പരിപാടിക്ക് പോവാണ്. വേറെ ഒന്നല്ല, എൻ്റെ ചെറിയച്ഛൻ്റെ മോളുടെ വളകാപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് പോണേ. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു എനിക്ക് ബസ്സേ. ഭാഗ്യത്തിന് ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റാൻഡിലും തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ പോകുന്ന വഴിയിൽ പാലക്കാട് എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1.25 മണിക്കൂറിന് ശേഷം ഞാൻ കറക്റ്റ് സ്റ്റാൻഡിലെത്തി കേട്ടോ. പിന്നെ കനാലൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ വീട്. കുറച്ച് കുന്നിൻ്റെ മുകളിലൊക്കെയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ വർഷത്തിന് മുമ്പ് പോയതാണ് കേട്ടോ ആ വീട്ടിൽ. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വിരുന്ന് പോയൊരു ഫീലായിരുന്നു. ഞാൻ കുറേ ഓടി നടന്ന വീടൊക്കെയാണ്. പക്ഷേ കുറേ വർഷത്തിന് ശേഷം പോയതുകൊണ്ട് ഒരു വിരുന്ന് വന്ന ഫീലായിരുന്നു കേട്ടോ. പിന്നെ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ, കാരണം എല്ലാവരും വരണമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഏടത്തിയമ്മ കേട്ടോ. പുള്ളിക്കാരി മേക്കപ്പ് ഇട്ട് സെറ്റായി നിൽക്കായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു വലിയച്ഛൻ വന്നു. വലിയച്ഛനായിരുന്നു കേട്ടോ അന്ന് എല്ലാ ചടങ്ങുകളും. അതും എൻ്റെ കുടുംബത്തിലെ വലിയച്ഛനാണ്. പുള്ളിക്കാരൻ എല്ലാ പരിപാടിക്കും പോയി ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ല ചടങ്ങുണ്ടായിരുന്നു. ഞാനില്ലേ ഇതുവരെ നമ്മൾ ഈ സിനിമയിലും പറഞ്ഞു കേട്ടുള്ള അറിവാണ് കേട്ടോ ഈ വളകാപ്പ് ഫംഗ്ഷന്. സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നത് ഇത് ആദ്യമായിട്ടുണ്ട് ഗൈസ്. എന്താണെന്ന് പറഞ്ഞാൽ ഞാനും വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ ഒരു വളകാപ്പ് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. അതും എൻ്റെ സ്വന്തം ചെറിയച്ഛൻ്റെ മരുമോൾ കേട്ടോ. പിന്നെ അതാ പുള്ളിക്കാരനെ ഇരുത്തി, അവൾ നിന്ന് മതിയായി അവൾക്ക്. പിന്നെ ഇരുത്തി ചടങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇരുത്തിയിട്ടാണല്ലോ ചടങ്ങ് ചെയ്യുക. അങ്ങനെ വലിയച്ഛൻ്റെ ചന്ദനം കുങ്കുമം എല്ലാം കലക്കി സെറ്റാക്കിട്ടോ. പിന്നെ ഇനി അടുത്തത് നമ്മൾ കാണാറില്ല അതുപോലെ തന്നെ കവിളിലൊക്കെ നെറ്റിയിലൊക്കെ ഇട്ട് വളയിട്ട് സ്വീറ്റ് കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമുണ്ട് കേട്ടോ. ഇനി ഓടി നടന്ന് പണി ചെയ്യുന്നത് എൻ്റെ വേറൊരു മാമൻ്റെ മോളാണ് കേട്ടോ. പിന്നെ ആ വലിയച്ഛൻ ആദ്യം നെറ്റിയിൽ കുങ്കുമം ഇട്ട് കൊടുത്തു. പിന്നെ ചന്ദനം എടുത്ത് കവിളിലൊക്കെ ഇട്ട് കൊടുത്തു. ഞാനങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. നമ്മൾ ഈ കേട്ടിട്ടുള്ള ഒരു കാര്യം നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഗൈസ്. അങ്ങനെ ഇത് ഈ കൈ ചൂണ്ടി കാണിക്കുന്നതാണ് അവളുടെ ഭർത്താവ് കേട്ടോ, അതായത് എൻ്റെ ആങ്ങള. പുള്ളിക്കാരിങ്ങനെ അത് ചെയ്ത് ഇത് ചെയ്യുന്നൊക്കെ പറയണം. അവനാകെ ടെൻസ്ഡാണ്. അവൻ്റെ ഭാര്യന് വളകാപ്പ് ഫംഗ്ഷനിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് അവൻ്റെ ഭാര്യയാണല്ലോ നമ്മളവിടെ ഇരിക്കുന്നത്. അവന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തിട്ട് അവനെ ഭയങ്കര ടെൻഷനിലായിരുന്നു. പിന്നെ അവിടുത്തെ വലിയച്ഛന്മാരും ചെറിയച്ഛന്മാരൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് വർഷങ്ങളായിട്ട് ഓരോ പരിപാടി ചെയ്ത് ശീലമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അവർ തന്നെ എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആ വലിയച്ഛൻ കേട്ടോ. പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ആർക്കെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നേരെ വന്നത് അമ്മായിയമ്മയാണ്, അതായത് എൻ്റെ ചെറിയമ്മ. ചെറിയമ്മ പറഞ്ഞാൽ ആൾ സൂപ്പറാട്ടോ. അവളും അതായത് എൻ്റെ ഏടത്തിയമ്മയും ചെറിയമ്മയും നല്ല കൂട്ടാണ് കേട്ടോ. അവർ എനിക്ക് തോന്നുന്നു ഒരു അമ്മയും മരുമോളും, അല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമോളും ബന്ധമല്ല, അമ്മയും മോളുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ ചെയ്തു കേട്ടോ. ഏട്ടൻ പാവം നല്ല ടെൻഷനായിരുന്നു. അവനില്ലേ ഇടയ്ക്ക് എന്തൊക്കെയോ ഉള്ള പറഞ്ഞ് കളിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനെ ഭയങ്കര ടെൻഷനായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ചേച്ചിയില്ലേ അവളാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്യുന്നൊക്കെ ആ ചേച്ചിയാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ വലിയച്ഛന്മാരും അങ്ങനെ ചെയ്യും മോനെ ഇങ്ങനെ ചെയ്യും മോനെ, കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അവൻ ആകെ ഒരു അങ്കലാപ്പായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ചെയ്യാനുള്ളവരൊക്കെ ചെയ്ത് കഴിഞ്ഞ് കവിളിൽ ചന്ദനം കുങ്കുമൊക്കെ തേച്ച് ആ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ തേടിയത് ഗൈസ് ഭക്ഷണം കഴിക്കാനാണ്. അപ്പോഴേക്കും എൻ്റെ ചെറിയേട്ടൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒപ്പം തന്നെ എൻ്റെ ഏട്ടനും ചേച്ചിയൊക്കെ ഇരുന്നു. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, രാവിലെ കഴിച്ചതല്ലേ. പിന്നെ സത്യം പറഞ്ഞാൽ ഗൈസ് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല, ഞാൻ നല്ലൊരു പിടിച്ചേ. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും എൻ്റെ വീക്ക്നെസ്സാണ് ഗൈസ്. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം കൊച്ചു വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. കാരണം ഞാൻ മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എൻ്റെ ചെറിയ ആങ്ങള എനിക്ക് ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് 7up മേടിക്കാൻ പോയി പൈസ. അങ്ങനെ അവൻ 7up മേടിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടോ. അതും കൂടി കുടിച്ചപ്പോൾ എനിക്ക് ശരിയായിട്ടോ. അങ്ങനെ ഒരു 4-4:30 ആയപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് ഞാൻ എങ്ങനെ ഇറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു ഗേസ് ബസ്സിൽ. പിന്നെ പാലക്കാട് എത്താനാകുമ്പോഴേ ഞാൻ എണീറ്റ്. അങ്ങനെ ഞാൻ വീട്ടിലേക്കുള്ള ബസ് കയറി കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ പരിപാടി കഴിഞ്ഞതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നടിച്ച് പൊളിച്ചിട്ടാണ് വന്നേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ബായ്.